തോണിക്കാരൻ പറഞ്ഞില്ലേ കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന മരുന്ന് ആവശ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. തോണിക്കാരൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? തോണിക്കാരൻ നിസ്സാരക്കാരനല്ല അല്ലേ? തമ്പുരാട്ടി, എന്താ? തമ്പുരാന്റെ അസുഖം മാറണമെങ്കിൽ മരുന്ന് കൊടുക്കണം. മരുന്നോ? എന്താ ഇത്? തമ്പുരാനുള്ള മരുന്നാണ്, കൊടുത്തു നോക്കൂ. വേണ്ട വല്യമ്മേ, ഇത് ഇവരുടെ സൂത്രവിദ്യയാണ്. അത് കഴിച്ച് വലിയച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഭഗവാന്റെ നടയിൽ നിന്ന് ഞങ്ങൾ കള്ളം കാണിക്കില്ല. ഭഗവാന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കൊടുത്തു നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള പന്തയം അവസാനിച്ചു. കുഞ്ഞുങ്ങൾ പറയുന്നതല്ലേ തമ്പുരാട്ടി, വിശ്വാസത്തോടെ കൊടുക്കുന്നത് എന്താണോ അത് ഔഷധത്തിന്റെ ഗുണം ചെയ്യുമെന്നാണ്. ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല തിരുമേനി, എന്തും ചെയ്തു കളയും. തമ്പുരാന്റെ അസുഖം മാറണമെങ്കിൽ ഇത് കൊടുക്കൂ, ഇതേ മാർഗമുള്ളൂ. വല്യമ്മേ, ജോൾസിന്റെ പ്രവചനം സത്യമാണെങ്കിൽ ഇത് അദ്ദേഹം കഴിച്ചേ പറ്റൂ. എന്റെ തമ്പുരാനെ കൊലപ്പെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കാൻ നീ അല്ലേടി? അദ്ദേഹത്തിന് ഈ നിലയിലാക്കിയവള് ഇനിയൊരു അത്ഭുതവും കാണിക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ ആ ശിവലിംഗത്തെ തീരട്ടെ ഇവള്. ഇനി ക്ഷേത്രമുറ്റത്ത് നടക്കാൻ പോകുന്നത് നിന്റെ മോളുടെ ബലിയാ. കുഞ്ഞിപ്പെണ്ണേ, ഇതെന്താ സുകന്യ നമ്മൾ ഈ ക്ഷേത്ര നടയില്? ചോദിച്ചത് കേട്ടില്ലേ? അതിനെ വിട്, വെറുതെ എന്തിനാ തൊട്ട് അശുദ്ധമാക്കണേ? വലിയച്ഛന് എല്ലാ കാര്യങ്ങളും ഓർക്കാൻ പറ്റുന്നുണ്ടോ? എന്താ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ? ഈ നേരത്ത് നമ്മൾ ഉണ്ടാകേണ്ടത് ദേശമംഗലത്തമ്മയുടെ നടയിലാണ്. അല്ല, ഈ നേരത്ത് നമ്മൾ ഉണ്ടാവേണ്ടത് ഒന്നും പറയണ്ട. ഈ വർഗങ്ങൾ കൂടുന്നിടത്ത് ഒഴിഞ്ഞു നടക്കുക. ശുദ്ധ അവര് പാലിക്കില്ല, പക്ഷെ നമ്മൾ പാലിക്കണല്ലോ. എന്താഹേ, ക്ഷേത്രത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം ദേശമാണോ നോക്കണ്ട. സ്വർണമോ വെള്ളിയോ എന്താന്ന് വെച്ചാ ചോദിക്ക, കൊടുത്തു വിടാം. വരൂ. വേദക്കുട്ടി, നിൽക്കൂ.
ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നത് കുഞ്ഞുങ്ങളാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ തെളിയിച്ചു. ക്ഷേത്രത്തിന്റെ കതക് തുറന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ലാന്ന് ചിലര് പറഞ്ഞു. പക്ഷേ ഈ മഹാത്ഭുതം വിശ്വസിക്കാതിരിക്കുന്ന എങ്ങനെയാ? വരൂ മക്കളെ. വല്യമ്മ എന്തിനാണ് അവളോട് അസുഖം മാറ്റാൻ പറഞ്ഞത്? അതുകൊണ്ടെന്താ, വല്യച്ഛന്റെ അസുഖം മാറിയില്ലേ? മാറി, പക്ഷേ ഇതിനേക്കാൾ നല്ലത് മാറാതിരിക്കുന്നതായിരുന്നു. ഇനി അവൾ ദേശമംഗലത്ത് മുഴുവനും പറഞ്ഞു നടക്കില്ലേ വല്യച്ഛന്റെ അസുഖം മാറ്റിയത് അവരാണെന്ന്? മേലൂർ ക്ഷേത്രത്തിന്റെ ആൾക്കാരും അങ്ങനെ പറഞ്ഞു പരത്തില്ലേ? അങ്ങനെ ചിന്തിക്കേണ്ട കുഞ്ഞെ. ഒരു കാര്യം ആ നടയിൽ വെച്ച് എനിക്ക് തീർച്ചയായി, ആ കുഞ്ഞിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? ഓ, വല്യമ്മയെ അവരെ പുകഴ്ത്താൻ തുടങ്ങിയോ? നോക്കിക്കോ, ഞാൻ ഈ കൊട്ടാരക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല, ഗുരുകുലത്തിലും പോകുന്നില്ല. അങ്ങനെയൊന്നും പറയാതെ കുഞ്ഞെ. ഗുരുകുലത്തിൽ പോയാൽ അവിടെ എല്ലാവരുടെയും പരിഹാസങ്ങൾ കേൾക്കണ്ടേ? വഴിയരികിൽ മല്ലിയും കുഞ്ഞിയും കണ്ടാൽ അവരും പരിഹസിക്കില്ലേ? അവരാരും മോളെ പരിഹസിക്കില്ല. മോളുടെ സ്ഥാനം എല്ലാവർക്കും അറിയാം. നോക്കൂ, മോളെ എന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ആ കുഞ്ഞിപ്പെണ്ണിന് എന്തോ ഒരു ശക്തിയില്ലേ? ഇനി നാവ് ഉയർത്തി പോവരുത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കുറച്ചു ദിവസം എന്റെ മാനസിക നില തെറ്റിയെങ്കിൽ അതിന് കാരണക്കാരൻ ദേശമംഗലത്തമ്മയുടെ പൂജാരിയാണ്. അയാൾ എന്തോ ഒരു കർമ്മം നമുക്കെതിരായി ചെയ്തിരിക്കുന്നു. എന്നിട്ടൊന്നും അറിയാത്തവനെ പോലെ നമ്മെ ചികിത്സിക്കാനുള്ള മന്ത്രവും മരുന്നുകളും മകളോടൊപ്പം വന്ന അവരുടെ കൈ കൊടുത്തുവിട്ടിരിക്കുന്നു. അങ്ങ് ഇങ്ങനെയൊന്നും പറയരുത്. ജ്യോതിഷ വിധിപ്രകാരമാണ് നമ്മൾ മേലൂർ ക്ഷേത്രനടയിലേക്ക് വന്നത്. എന്നിട്ടും അതിലൊരു ഗൂഢാലോചന അങ്ങ് കാണുന്നു എന്ന് പറഞ്ഞാൽ? അതെ, ഇത് ഗൂഢാലോചന തന്നെയാണ്. ക്ഷേത്രത്തിൽ തന്നിഷ്ട നടത്തുന്ന തിരുമേനിക്ക് നമ്മുടെ സ്ഥാനത്തോടുണ്ടായ അസൂയ, അയാളുടെ പകയാണ് ഇതിനൊക്കെ കാരണം. നമ്മെ ചതിച്ച ഒരുത്തനെയും നാം വെറുതെ വിടില്ല സൂന്യെ. പൂജാരിയായാലും മല്ലിയായാലും അവളുടെ മകളായാലും നമുക്കേറ്റ അപമാനത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. അത് തന്നെയാണ് വല്യച്ഛ വേണ്ടത്. അസുഖം മാറി വല്ലിച്ചൻ ബുദ്ധി വീണ്ടെടുത്തത് ചില തീരുമാനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരാളെ വല്ലിച്ചൻ വെറുതെ വിടില്ല. ഇന്ന് ചിരിച്ചവരൊക്കെ കണ്ണീര് കൊണ്ട് വല്ലിച്ചന്റെ കാല് കഴുകി കണക്ക് പറയേണ്ടി വരും. നടക്ക് പറഞ്ഞു മോളെ. എന്റെ ഭഗവാനെ, പൊറുക്കണേ. തിരുമേനി, ചിത്രഭാനു തമ്പുരാൻ കാണിച്ചത് നന്ദികേട് തന്നെയാണ്. ഒരു വാക്ക് പോലും പറയാതെ അല്ലേ ഇവിടെ നിന്ന് പോയത്? ഇത്രയും നാൾ മാനസിക നില തെറ്റിയിട്ടും ഒരാൾ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ? ബോധം വന്നപ്പോ അദ്ദേഹത്തിന് പഴയതൊന്നും ഓർമ്മ കാണില്ലായിരിക്കും. ഒരുപക്ഷെ ഇനി ഇവിടുന്ന് പോയതിനു ശേഷം ചുറ്റുമുള്ളവരൊക്കെ ഓർമ്മിപ്പിച്ചതിന് ശേഷം മനസ്സിലാവും. മഹാദേവന്റെ ശക്തി പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ, അതിന് കാരണക്കാരി ഈ പെൺകുഞ്ഞാണെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം തീർച്ചയായും ഇവിടെ എത്തും. നോക്കൂ, എത്രയോ കുഞ്ഞുങ്ങൾ ഈ ക്ഷേത്രനടയിൽ വരുന്നുണ്ട്, തൊഴുത് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവരെ ആരെയും ഇങ്ങനെ ഒരു കർത്തവ്യം ഭഗവാൻ ഏൽപ്പിച്ചിട്ടില്ല. ആ കാര്യത്തിൽ അമ്മയ്ക്ക് സന്തോഷിക്കാം. പിന്നൊരു കാര്യം, ചിത്രഭാനു തമ്പുരാന് മരുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തത് ശരിക്കും എന്തായിരുന്നു? അത് മരുന്ന് തന്നെയാണ് തിരുമേനി. എവിടെ നിന്ന് കിട്ടി ഈ മരുന്ന്? ആര് തന്നയിച്ചു? ഇങ്ങനെയൊരു അസുഖക്കാരൻ ഇവിടെ ഉണ്ടാവുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? തോണിക്കാരൻ. അതെ, ഞങ്ങൾ ഇക്കരെ എത്തിച്ച തോണിക്കാരൻ. അദ്ദേഹമാണ് കുഞ്ഞുപെണ്ണിന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട്
ഇതിന്റെ ആവശ്യക്കാരൻ നടയിലുണ്ടാകും, അയാൾക്കിത് കൊടുക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും മനസ്സിലാവണില്ലല്ലോ. തോണിക്കാരനോ? അതാരാ? തിരുമേനി, ഇതെന്ത് മായാജാലം? ചിത്രഭാനു തമ്പുരാന്റെ അസുഖം മാറിയെന്ന് പറയുന്നത് സത്യം, പക്ഷെ ഈ പറയുന്ന കഥ... കേശു, ഒന്നിങ്ങോട്ട് വരിക. ഇതാരാ? അറിയില്ല. നീ ഇവരുടെ കയ്യിൽ മരുന്നെന്തെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? അതിന് ഞാൻ ഇവരെ കണ്ടിട്ടില്ലല്ലോ. മരുന്ന് തന്നത് ഈ തോണിക്കാരനല്ല. നിങ്ങൾ എന്തായി പറയണേ? കാലങ്ങളായിട്ട് ഇവിടെ ഈ ഒരു കടത്തുകാരനേ ഉള്ളൂ. വേറെ വള്ളവും ഇല്ല, കടത്തുകാരനും ഇല്ല. അല്ല തിരുമേനി, ഞങ്ങൾ ഇതിനു മുൻപ് വന്നപ്പോഴും ഇക്കരെ കൊണ്ടുവന്നതും തിരിച്ചു കൊണ്ടുപോയതും ഒരാളാണ്. എന്നാൽ ഈ കരയിലായിരിക്കില്ല. ഇവിടെ കേശു അല്ലാതെ മറ്റൊരാളില്ല. അപ്പോൾ പിന്നെ ഇവർ ഈ പറയുന്ന ആളാരാണ്? അന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോ മോൾക്കൊരു വിഗ്രഹം കൊടുത്തു. അത് മോള് വീടിനകത്ത് വെച്ച് തിരികത്തിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് അവിടെ വന്നു അദ്ദേഹം. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ പോയത്. അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കണ്ടതല്ലേ. ക്ഷേത്രത്തിലേക്ക് തിരിയുന്നത് വരെ കണ്ടു. ഇതിനു മുൻപ് നിങ്ങൾ വന്നപ്പോ പുഴ കടക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? അന്ന് ഞങ്ങളെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ് വള്ളത്തിൽ കയറ്റിയില്ല. തിരിച്ചു പോകാന്ന് ഞാൻ പറഞ്ഞിട്ടും എന്റെ മോൾ സമ്മതിച്ചില്ല. കുറച്ചു കഴിഞ്ഞാണ് തോണിക്കാരൻ വന്നത്. അദ്ദേഹം ഞങ്ങളെ ഇക്കരെ എത്തിക്കുകയും ചെയ്തു. മല്ലി, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി അന്ന് തോണി തുഴഞ്ഞു വന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരനാണ്. ഭഗവാനെ, എന്നാണ് നിങ്ങൾ വീടിനുള്ളിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്? വെള്ളിയാഴ്ച. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വെള്ളിയാഴ്ച ദിവസം പൂജ നടന്നുകൊണ്ടിരിക്കെ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ പാലഭിഷേകം നടന്നത് നമുക്കെല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. സംശയിക്കണ്ട, അത് ഈ കുഞ്ഞുങ്ങൾ നടത്തിയ പ്രതിഷ്ഠാകർമ്മത്തിന്റെ സമയത്ത് തന്നെയാ. തിരുമേനി എന്തൊക്കെയാണ് ഈ പറയുന്നത്? പ്രതിഷ്ഠാകർമ്മത്തിന്റെ അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നതും നിങ്ങൾക്കൊപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചതും ഇപ്പോ ചിത്രഭാനു തമ്പുരാനുള്ള മരുന്നുമായി ഈ കുഞ്ഞിനെ അയച്ചതും സാക്ഷാൽ പരമ്പൊരുളാണ്, മഹാദേവനാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശിവായ, ഓം നമഃ ശിവായ. മഹാദേവാ, മഹാദേവാ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ. ജ്യോതിഷിയുടെ പ്രവചനം അസ്ഥാനത്തായില്ല. ഏട്ടൻ തമ്പുരാന്റെ അസുഖം പൂർണ്ണമായി മാറിയല്ലോ. അസുഖം മാറി, പക്ഷേ അതിന് കാരണക്കാരിയായ കുഞ്ഞിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ തിരിച്ചു പോന്നത് അനാദരവ് തന്നെയാണ്. വലിയച്ഛൻ ആ കുഞ്ഞിപ്പിന്റെ കാലി പിടിക്കണമെന്നാണ് അച്ഛൻ തമ്പുരാൻ പറയുന്നത്. അല്ലാതെയും മര്യാദകൾ പാലിക്കാമായിരുന്നല്ലോ. ആ കുഞ്ഞിനോട് അധികം വൈരാഗ്യം കാണിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശക്തി ഭഗവാന്റെ ആയാലും ആ കുഞ്ഞതിന് കാരണക്കാരി ആയല്ലോ. വല്യമ്മയ്ക്ക് ഇതെന്ത് പറ്റി? അവള് കാരണമല്ല വല്യച്ഛന് സുഖമായത്. പിന്നെ ശിവഭഗവാനേക്കാൾ ശക്തിയില്ലേ ആ കുഞ്ഞിപ്പെണ്ണിന്? വർണ്ണമോള് മിണ്ടാതിരിക്കെ. മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കുട്ടിക്ക് എന്താ കാര്യം? അനുജൻ തമ്പുരാൻ, നമുക്കൊരാവശ്യമുണ്ട്. പറയൂ. മേലൂർ രാജവംശത്തിന് ഒരു ദൂത് കൊടുത്തയക്കണം. എന്തിന്? ഇനി മുതൽ മേലൂർ ശിവക്ഷേത്രത്തിൽ ആർക്കും പ്രവേശിക്കാമെന്ന രീതി മാറണം. കണ്ട ഹീനരും കാട്ടുവാസികളും ആ നടയിൽ കയറാൻ പാടില്ല. അത് വിലക്കിയേ പറ്റൂ. ഏട്ടൻ തമ്പുരാൻ എന്താണ് ഈ പറയുന്നത്? കാലങ്ങളായി അവിടുത്തെ ആചാരം ഇതല്ലേ? കാലങ്ങളായുള്ള ആചാരങ്ങൾ മാറാറില്ലേ, മാറ്റാറില്ലേ? എന്തായാലും അങ്ങനെ ഒരു ദൂതയക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. മേലൂർ ശിവക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥകൾ അങ്ങും കേട്ടിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവിടെ ചെല്ലുന്ന ഭക്തന്മാർക്ക് തമ്മിൽ ഭേദം ഉണ്ടാകരുതെന്ന് മേലൂർ തമ്പുരാനല്ല കൽപ്പിച്ചത്, ഭഗവാൻ പരമശിവനാണ്. അത് മറികടക്കാനൊന്നും നമ്മെ കൊണ്ടാകില്ല. ഏട്ടൻ തമ്പുരാൻ ശ്രമിക്കാനും പാടില്ല. ഏട്ടൻ തമ്പുരാന്റെ അസുഖം മാറ്റി തന്ന കാട്ടുവാസി പെണ്ണിനെ കൊട്ടാരത്തിൽ വിളിച്ച് ആദരിക്കണമെന്ന് കൂടെ തോന്നുന്നുണ്ടോ അനുജൻ തമ്പുരാന്? ഉണ്ടെങ്കിൽ അതും പറയണം. കുറച്ചുനാൾ നാം എന്തോ മാനസിക വിഭ്രാന്തി കാണിച്ചു. അതിന്റെ അർത്ഥം
നിലനിൽക്കുന്ന ആചാരങ്ങൾ ചിത്രഭാനു മറന്നുപോയി എന്നല്ല. ആചാരങ്ങൾക്ക് എവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അത് തിരിച്ചു പിടിക്കാൻ നമുക്കറിയാം. അതിനുള്ള മാർഗം നാം നോക്കിക്കോളാം. എന്തൊരു കഷ്ടമാണ്. ഇപ്പോൾ പോലും ഏട്ടൻ തമ്പുരാന് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഏട്ടത്തി കേട്ടല്ലോ, ദൈവങ്ങൾ മനുഷ്യന്റെ തിരിച്ചറിവിന് ഒരു സമയം നിശ്ചയിക്കും. എന്നിട്ടും തയ്യാറല്ലെങ്കിൽ പിന്നത്തെ തീരുമാനം ശിക്ഷിക്കാനായിരിക്കും. അതേറ്റുവാങ്ങരുതെന്ന് ഏട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഞാൻ ശ്രമിക്കാം. എനിക്ക് ആ കുഞ്ഞിനോടോ അവളുടെ അമ്മയോടോ പകയൊന്നുമില്ല. അത്രയെങ്കിലും ആശ്വാസം. ഏട്ടൻ തമ്പുരാൻ മനസ്സ് തിരുത്തിയില്ലെങ്കിലും ഏട്ടത്തിക്ക് തിരുത്താൻ തോന്നിയല്ലോ. ഏട്ടത്തി ചെല്ലു. വൈദ്യനാഥനായ ഭഗവാൻ പരമേശ്വരന്റെ ചികിത്സാവിധി കൊള്ളാമല്ലേ തമ്പുരാൻ? അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും കാരണക്കാരിയായി ആ കുഞ്ഞു പെണ്ണിനെ തെരഞ്ഞെടുക്കില്ലല്ലോ. ആ കുട്ടിയിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, അത് തീർച്ചയാണ്. അത് കാണാതിരിക്കുന്നവർ വിഡ്ഢികളാണ്, പടുവിഡ്ഢികൾ. വലിയ വലിയ വീഴ്ചകൾ വരുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കുമെന്നല്ലേ യോഗിനിയമ്മ പറയുക. ശിവഭഗവാന്റെ മുമ്പിൽ വെച്ച് അസുഖം മുഴുവനും മാറിയിട്ടും ഒരു വാക്കുപോലും പറയാതെ ചിത്രഭാനു തമ്പുരാൻ നടന്നുപോയി. അത് ദൈവനിന്ദയല്ലേ? മരുന്ന് കൊടുത്തത് കുഞ്ഞിപ്പെണ്ണല്ലേ? കുഞ്ഞിപ്പെണ്ണിനോട് ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ ചിത്രഭാനു തമ്പുരാൻ? മര്യാദ പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്നാണ്? അത് മനസ്സലിവുള്ളവരിൽ നിന്നല്ലേ? ചിത്രഭാനു തമ്പുരാന് അങ്ങനൊരു രീതി അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തിനാ ഞങ്ങളുടെ കയ്യിൽ ആ മരുന്ന് തന്നയിച്ചത്? എന്തിനാ അയാളുടെ അസുഖം മാറ്റിയത്? ശരി, ചിത്രഭാനു തമ്പുരാനോ കൂടെയുള്ളവരോ കുഞ്ഞിപ്പെണ്ണ് ചെയ്ത കാര്യം ആദ്യമേ അംഗീകരിച്ചില്ല. പക്ഷേ അമ്പലത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരുന്നു? അവരൊക്കെ നല്ലതാ പറഞ്ഞത്. യോഗിനിയമ്മേ, ശിവഭഗവാനെ നേരിട്ട് കണ്ടതിന് ശേഷം എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഭഗവാന്റെ ലക്ഷ്യം വ്യക്തമല്ലേ? ഇനിയിപ്പോൾ വേണമെങ്കിൽ കുഞ്ഞിപ്പെണ്ണിന് മേലൂർ ക്ഷേത്രത്തിൽ പോകാം, ഭഗവാനെ തൊഴാം. കുഞ്ഞിപ്പെണ്ണ് ഒരു അത്ഭുത കുട്ടിയായി മാറിയില്ലേ? അതെ, പക്ഷേ യോഗിനിയമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സംശയങ്ങൾ തീരുന്നില്ലല്ലോ എന്റെ കുട്ടികൾക്ക്. ചോദിക്കാം. തോണിക്കാരൻ ശിവഭഗവാനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ എല്ലാം അറിയുന്ന യോഗിനിയമ്മയ്ക്ക് എന്താ തോണിക്കാരനെ കണ്ടിട്ട് നേരത്തെ മനസ്സിലാവാതിരുന്നത്? ആ സംശയം എനിക്കുണ്ട് യോഗിനിയമ്മേ. അന്ന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അത് ശിവഭഗവാനാണെന്ന് യോഗിനിയമ്മയ്ക്ക് മനസ്സിലായിരുന്നെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാമായിരുന്നല്ലോ. പറയൂ, എന്താ യോഗിനിയമ്മയ്ക്ക് മനസ്സിലാവാതിരുന്നത്? അദ്ദേഹം ഒരു പുരുഷരൂപത്തിലാണല്ലോ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കാൻ ഞാൻ മടിച്ചു. അയ്യേ, യോഗിനിയമ്മയ്ക്ക് നാണോ? അങ്ങനെ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ ദിവ്യത്വം എന്നെ ബോധ്യപ്പെട്ടതാണ് എല്ലാവർക്കും. ജ്വലിക്കുന്ന മുഖത്തിന് നേരെ സൂക്ഷിച്ചു നോക്കാനേ പറ്റില്ല, അത്രയ്ക്ക് തേജസ്സാണ്. അതുകൊണ്ടായിരിക്കും യോഗിനി അമ്മയ്ക്കും നോക്കി കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്. വേദക്കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു. ഇനി ഭഗവാൻ തോണിക്കാരന്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ വരില്ലെന്ന്. അത് ശരിയാണോ? ശരിയാണ്. ഇനി അങ്ങനെ ഒരു തോണിക്കാരനില്ലല്ലോ. കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി അദ്ദേഹം കെട്ടിയ വേഷമല്ലേ അത്? ആ ഉദ്ദേശം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ആ അവതാരം പൂർത്തിയായി എന്നർത്ഥം. പൂർത്തിയായ അവതാരങ്ങളെല്ലാം ഭഗവാനിലേക്ക് തന്നെ മടങ്ങും, ഭഗവാനിൽ തന്നെ ലയിക്കും. അയ്യോ, കഷ്ടമായി. എന്നാ പിന്നെ തിരിച്ചറിയണ്ടായിരുന്നു. അപ്പോ തോണിക്കാരനായി മരുന്ന് തരാനും വള്ളം തൊഴിയാനും ഒക്കെ കാണുമായിരുന്നല്ലോ. ഭഗവാനെ കളിക്കൂട്ടുകാരനായി വേണമെന്നാണോ കുഞ്ഞിപ്പെണ്ണിന്? യോഗിനിയമ്മയെ ഞങ്ങൾക്ക് കളിക്കൂട്ടുകാരിയായി കിട്ടിയതുപോലെ ഭഗവാനെ ഞങ്ങൾക്ക് കളിക്കൂട്ടുകാരനായി കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഈ
പ്രപഞ്ചത്തിൽ ഇത്രമാത്രം കുട്ടികളുണ്ട്. ഭഗവാന് എല്ലാവരുടെ കാര്യങ്ങളും നോക്കണ്ടേ, എല്ലാവർക്കും അനുഗ്രഹവും കൊടുക്കണ്ടേ. ഇനി നാളെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അത്രയും ഇഷ്ടപ്പെട്ട ഭക്തന്മാർക്ക് വേണ്ടിയല്ലാതെ ഭഗവാൻ അവതാരം എടുക്കില്ല. വിശ്വസിച്ചോളൂ. ഭഗവാനെ, ആരും ഇല്ലാത്തവരായിരുന്നു ഞങ്ങള്. ആ ഞങ്ങളുടെ കുടിയില് ഭഗവാൻ വന്ന് കയറി ഞങ്ങളോട് സംസാരിച്ചു. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് നേടാനില്ല. മക്കളെ, വീടിനകത്ത് പ്രതിഷ്ഠ വെച്ച് പൂജിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പേടി കൊണ്ടാണ് അമ്മ വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. ഇനി ഒരു ആപത്ത് നമുക്ക് വരില്ല. ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. മല്ലിയമ്മയുടെ മുഖത്ത് ഇപ്പോഴെങ്കിലും പേടി മാറിയല്ലോ, സമാധാനമായി. അസുഖം മാറിയതുകൊണ്ട് ചിത്രഭാനു തമ്പുരാന് നമ്മളോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടുണ്ടാവും, അല്ലേ വേദക്കുട്ടി? ആ, ഭഗവാന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ചിത്രഭാനു തമ്പുരാനായതുകൊണ്ട് പറയാൻ പറ്റില്ല. അച്ഛൻ പറയും പുറമെ മനുഷ്യനാണ്, അകം മനുഷ്യന്റെതല്ലെന്ന്. ഇനി ചിത്രഭാനു തമ്പുരാന് ദേഷ്യം വന്നോട്ടെ അമ്മേ, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ പോരെ? മതി. വേദക്കുട്ടി രാവിലെ തന്നെ പോന്നതല്ലേ, അച്ഛൻ തിരുമേനി കാത്തിരിക്കില്ലേ? നടന്നതൊക്കെ അച്ഛൻ തിരുമേനിയോട് പറയാൻ എനിക്ക് തിടുക്കമുണ്ട്. കുഞ്ഞുപെണ്ണെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഈ വിളക്ക് എപ്പോഴാ കെടുത്തേണ്ടത്? കെടുത്താൻ പാടില്ല, എണ്ണ തീരുമ്പോ അത് തനിയെ കെട്ടോളൂ. വേദക്കുട്ടി, എനിക്ക് ശിവഭഗവാന്റെ ഒരു പാട്ട് പഠിപ്പിച്ചു തരുമോ? അതിനെന്താ, പഠിപ്പിക്കാലോ. എന്നിട്ട് വേണം എനിക്ക് ഭഗവാന്റെ അടുത്ത് ഇരുന്ന് എപ്പോഴും അത് പാടാൻ. ഇനി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണോ? ഞാൻ മനസ്സിൽ പാട്ട് പാടുകയാണമ്മേ. വേദക്കുട്ടി പഠിപ്പിച്ചു തരുമ്പോ ഉറക്കെ പാടാം. ചിത്രഭാനു തമ്പുരാന്റെ വരവുണ്ടല്ലോ. ഇന്നിനി നൃത്തം കളിക്കാനാണോ അതോ കളിപ്പിക്കാനാണോ വരവെന്നറിയില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, നമ്മളെയൊക്കെ ആണുങ്ങളായിട്ട് തമ്പുരാൻ കണ്ടാ മതി. ഒരു കാര്യം ചെയ്യാം, തമ്പുരാൻ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്ത്രീകളെ പോലെ അങ്ങോട്ട് അഭിനയിച്ചാലോ? അതുകൊള്ളോ. നേടി, ചിത്രഭാനു തമ്പുരാൻ വന്നിരിക്കുന്നു. അയ്യോ, ചിത്രഭാനു തമ്പുരാൻ അടുത്തൊന്ന് നിൽക്കുമ്പോ ശരീരമാകെ കോരിത്തെരിക്കുന്നു. എനിക്ക് ലജ്ജ കൊണ്ടേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനേ പറ്റുന്നില്ല.